അശേഷം സ്നേഹമില്ലാത്തൊരു പാർട്ടിയാണ് BJP എന്നുള്ളത് ജോർജ് കുര്യൻ്റെ പ്രസ്താവനയോടുകൂടി ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ ഒരു രാജ്യമാണെന്ന് മനസ്സിലാക്കണം. ആദ്യം ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരല്ലേ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കും തുല്യനീതി ലഭ്യമാകണം. ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്, ജോർജ് കുര്യൻ പറയുകയാണ്, കേരളം വളർന്ന് വികസിച്ചു പോയി, കേരളത്തിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമുണ്ട്, അവർ പാവപ്പെട്ടവരല്ല, അവർ പാവപ്പെട്ടവരാകട്ടെ, കേരളം വികസന രംഗത്ത് പിന്നോട്ട് പോകട്ടെ, സാമൂഹ്യക്ഷേമ രംഗത്ത്, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് കേരളം തകരട്ടെ, അപ്പോൾ തരാം സഹായം എന്നാണ് ഒരു കേന്ദ്രമന്ത്രി പറയുന്നത്. എത്രമാത്രം തികച്ച തെറ്റായ ധാരണയാണ് കേന്ദ്രമന്ത്രി, കേരളീയനായിട്ടുള്ള ഒരാൾ വെച്ച് പുലർത്തുന്നത്. അത് BJPയുടെ ശബ്ദമല്ലേ? ഏതെങ്കിലും കേരളത്തിലെ മലയാളിയായിട്ടുള്ളൊരു BJPക്കാരന് ഇത് അംഗീകരിക്കാൻ സാധിക്കുമോ? അതിന് പ്രതികരണമുണ്ടാകണം. കേന്ദ്ര ഗവൺമെൻറ് ഇന്നലെ ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന, കേരള വിരുദ്ധ മനോഭാവം, ഇത് കേരളത്തിലെ ജനങ്ങളാകെ മനസ്സിലാക്കും. BJP എന്ന് പറയുന്ന കേരള വിരോധ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കടുത്ത കേരള വിദ്വേഷമാണ് BJPയിലുള്ളത്. അതിൻ്റെ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കേരള സമൂഹമാകെ, എല്ലാ പാർട്ടിയിലും പെടുന്നവരും പാർട്ടിയിൽപ്പെടാത്തവരും കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും BJPയുടെ ഈ നിലപാടിനെതിരെ, കേന്ദ്ര ബഡ്ജറ്റിനെതിരെ, കേരളത്തോട് കാണിക്കുന്ന ഈ കടുത്ത അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ചോദിച്ചില്ല, അതായത് നടൻ മുകേഷിനെതിരെ ഒരു പരാതി ഉയർന്നു. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി കൃത്യമായിട്ട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു. മുകേഷിനെതിരെ ഉയർന്ന പരാതി, ലൈംഗിക പീഡന പരാതി ശരിയാണെന്ന് അന്വേഷണ സംഘം കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. അത് മുകേഷിനെ തുടരുന്നതിനോട് എങ്ങനെയാണ് നമുക്ക് പറയാൻ? ഇതെല്ലാം ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കും ഗവൺമെൻറ്. അത് ഗവൺമെൻറ് നീതിപൂർവ്വം പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ബോധ്യമായില്ലേ? ഒരു തരത്തിലുള്ള പക്ഷപാതപരമായ നിലപാടോ പ്രത്യേകമായി ആരെയെങ്കിലും സംരക്ഷിക്കുന്ന നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിക്കാറില്ല. എല്ലാ ജനങ്ങൾക്കും നീതി ഉറപ്പാക്കാൻ ഗവൺമെൻറ് പരിശ്രമിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടി ഗവൺമെൻറ് അങ്ങേയറ്റം പദ്ധതികൾ തയ്യാറാക്കുന്നു. അങ്ങനെ ജനക്ഷേമകരമായ ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യം. എല്ലാം നിങ്ങൾ കാത്തിരിക്കൂ. ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ ഗതികളും മനസ്സിലാക്കി വേണ്ടി നിലപാട് സ്വീകരിക്കാൻ. നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നു. എല്ലാ കാര്യങ്ങളിലും ശരിയായ നിലപാട് മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുകയുള്ളൂ. അതാണ് ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള ജനകീയ അംഗീകാരത്തിൻ്റെയും അടിസ്ഥാനം. അല്ല, ഇതെല്ലാം MLA സംബന്ധിച്ച കാര്യം പാർട്ടി എടുക്കേണ്ടതല്ല. അത് ഗവൺമെൻറ് തലത്തിലുള്ളതാണ്. പാർട്ടി എടുക്കേണ്ട കാര്യം പാർട്ടി സ്വീകരിക്കും. അത് സംഘടനാപരമായ കാര്യങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഇതെല്ലാം ഒരു 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 ആലോചനയുടെയും കൂട്ടായ തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരിക. നമ്മൾ ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്തി ആക്ഷേപിച്ച് ഒറ്റപ്പെടുത്താനുള്ള നിലയെ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ പറയുന്നത് കുറേ ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓരോന്നിനെ കുറിച്ചും അന്വേഷിച്ച് നടപടി സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകരിക്കുന്ന നടപടികളെ നിങ്ങൾ പ്രശംസിക്കൂ. ശരിയായ പോലീസ് നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് നിങ്ങൾ പ്രശംസിക്കൂ. എന്തെങ്കിലും പെശകുകളോ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയൂ. നിങ്ങൾ കണ്ടെത്തി. ഗവൺമെന്റിന്റെ മുമ്പാകെ, പാർട്ടിയുടെ മുമ്പാകെ കാര്യങ്ങൾ വരുമ്പോൾ ശരിയായ നിലപാട് പാർട്ടി സ്വീകരിക്കും.